പഹൽഗാമിൽ ആക്രമണ രംഗം പുനരാവിഷ്കരിച്ച് എൻഐഎ നിർണായക സാക്ഷിയെ ബൈസാരണിൽ എത്തിച്ചാണ് തെളിവെടുത്തത്. ആക്രമണം നടക്കുന്ന സമയത്ത് ഇയാൾ ഭീകരർ കാണാതെ മരത്തിൽ ഒളിച്ചിരിക്കുകയായിരുന്നു. സാംബ കട്വ അതിർത്തിയിലൂടെ 1.5 വർഷം മുൻപാണ് ഭീകരർ ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറിയതെന്നാണ് വിവരം. ഇവർ ഇപ്പോൾ അനന്ത്നാഗ് മലനിരകളിൽ ഉണ്ടെന്നാണ് നിഗമനം. രാകേഷ് വിവരങ്ങളുമായി. രാകേഷ്, ഇത് വളരെ പെട്ടെന്ന് ഉള്ള ഒരു നുഴഞ്ഞുകയറ്റമോ പെട്ടെന്ന് വന്ന് ആക്രമിച്ചു പോവുകയോ അല്ലായിരുന്നു? പലരും ചോദിച്ചത് അങ്ങനെയാണ്. എങ്ങനെ ഇവർ ഇവിടം വരെ എത്തി എന്നൊക്കെയുള്ള ചോദ്യങ്ങളായിരുന്നല്ലോ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉയർന്നത്. ഇപ്പോൾ എൻഐഎ എത്തുന്ന നിഗമനങ്ങൾ എന്തൊക്കെയാണ്? ഈ ഭീകരർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഇപ്പോൾ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? ശ്രീജ, തീർച്ചയായും സാധാരണഗതിയിൽ കനത്ത മഞ്ഞ് വീഴുന്ന കാലത്താണ് ഭീകരർ അതിർത്തി മറികടന്ന് ഇന്ത്യയിലേക്ക് എത്താറ്. പിന്നീട് വനമേഖലയിൽ ഒളിക്കുകയും അതിനുശേഷം അവസരം നോക്കി ഇത്തരം ആക്രമണങ്ങൾ നടത്തുകയാണ് പതിവ്. ഈ ആക്രമണം നടത്തിയ പഹൽഗാമിൽ ആക്രമണം നടത്തിയ ഭീകരരും ഏതാണ്ട് 1.5 വർഷം മുമ്പ് ഇന്ത്യയിൽ എത്തിയതാണ് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. മാത്രവുമല്ല, കൃത്യമായ ആസൂത്രണത്തോടു കൂടിയാണ് ഇവർ ഇത്തരത്തിൽ ആക്രമണം നടത്തുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും ഇവർക്കായുള്ള തെരച്ചിൽ നടത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ് 4 തവണ ഇവരെ ലൊക്കേറ്റ് ചെയ്തു. 1 തവണ വെടിവെപ്പുണ്ടായി. പക്ഷെ അവരെ പിടികൂടാൻ സാധിച്ചില്ല. ആ പ്രദേശത്തിന്റെ ആനുകൂല്യം മുതലെടുത്ത് അവർ രക്ഷപ്പെടുത്തുകയായിരുന്നു. ഏതായാലും ഇപ്പോൾ അവർ അനന്ത്നാഗ് മലനിരകളിലുണ്ട് എന്ന നിഗമനത്തിൽ തന്നെയാണ്. അവിടെയാണ് പ്രാദേശിക സഹായം ഒക്കെ ലഭിച്ചുകൊണ്ടൊരു തെരച്ചിൽ ഇപ്പോൾ ഊർജിതമായി തന്നെ നടക്കുന്നത്. ഏതായാലും ഒരു വശത്ത് എൻഐഎയുടെ അന്വേഷണം ഊർജിതമായി തന്നെ തുടരുന്നുണ്ട്. എൻഐഎ സംഘം കഴിഞ്ഞ ദിവസം ബംഗളൂരുവിലെത്തി കൊല്ലപ്പെട്ട അവരുടെ കുടുംബാംഗങ്ങളുമായി സംസാരിച്ചിരുന്നു. അവരുടെ മൊഴിയൊക്കെ തന്നെ രേഖപ്പെടുത്തിയിരുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ പുറത്തു വരുന്നത് ഒരു നിർണായക സാക്ഷിയുടെ മൊഴി രേഖപ്പെടുത്തി എന്നുള്ളതാണ്. കാരണം ഈ ആക്രമണം നടക്കുന്ന സമയത്ത് പ്രദേശവാസിയായി ഇയാൾ അവിടെ ഉണ്ടായിരുന്നു. ഈ ഭീകരിൽ നിന്ന് രക്ഷപ്പെടാൻ ഇയാൾ മരത്തിന് മുകളിൽ കയറി ഏതാണ്ട് 1 മണിക്കൂർ നേരം ഒളിച്ചിരുന്നു എന്നാണ് എൻഐഎ പറയുന്നത്. ഇയാളെ അവിടെ എത്തിച്ച് ഈ രംഗം പുനരാവിഷ്കരിക്കുകയാണ് ചെയ്തത്. മാത്രവുമല്ല, മറ്റ് കേസുകളിൽ നിന്ന് മറ്റ് ആക്രമണങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഈ കേസിന് ഉണ്ടായിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതിന് തെളിവുകളുണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ദൃശ്യങ്ങളടക്കം പലരും പകർത്തിയിട്ടുണ്ട്. അത് പ്രാദേശികമായ അല്ലെങ്കിൽ അവിടെയുള്ള ആളുകൾ തന്നെ പകർത്തിയിട്ടുണ്ട്, അല്ലാതെ ടൂറിസ്റ്റുകൾ പകർത്തിയിട്ടുണ്ട്. പലരുടെയും മൊബൈലിൽ ഇതിനോടകം തന്നെ ഭീകരരുടെ ചിത്രങ്ങളും ദൃശ്യങ്ങളൊക്കെ തന്നെ പതിഞ്ഞിട്ടുണ്ട്. അപ്പോൾ തെളിവ് ഉണ്ട്. അപ്പോൾ ഇയാളുടെ മൊബൈലടക്കം പരിശോധിച്ചു വരികയാണ് ഇപ്പോൾ എൻഐഎ. ഏതായാലും ഒരു വശത്ത് എൻഐഎയുടെ അന്വേഷണവും വിശദമായി തന്നെ നടക്കുന്നു. ഏതായാലും ഇപ്പോൾ ലഭ്യമാകുന്ന വിവരമനുസരിച്ച് 1.5 വർഷം മുമ്പാണ് ഈ ഭീകരർ, അതായത് 3 പേരുടെ കൃത്യമായ വിവരങ്ങളാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. അതിൽ തന്നെ പാകിസ്ഥാൻ സ്വദേശിയായ അലിബായും ഒപ്പം തന്നെ ഹാഷിം മൂസയുമാണ് 1.5 വർഷം മുമ്പ് അതിർത്തി മറികടന്ന് ഇവർ സാംബ കട്വ മേഖലയിലൂടെയാണ് ഇന്ത്യയിലേക്ക് പ്രവേശിച്ചത്. അവിടെ ഇന്ത്യൻ അതിർത്തിയിലെ വേലി മുറിച്ചുകൊണ്ടാണ് ഇവർ അകത്തേക്ക് പ്രവേശിച്ചത് എന്നാണ് ലഭ്യമാകുന്ന വിവരം. മാത്രവുമല്ല, മൂസ നേരത്തെയും ഈ 1.5 വർഷത്തിനിടയിലും പല ആക്രമണങ്ങളിലും പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് സെഡ്മോറ ടണലിൽ തൊഴിലാളികൾക്ക് നേരെ ആക്രമണം നടന്നിരുന്നു. മാസങ്ങൾക്ക് മുമ്പ് അന്ന് 7 പേരാണ് കൊല്ലപ്പെട്ടിരുന്നത്. ആ ആക്രമണത്തിലും പ്രധാന പങ്ക് ഇയാൾ വഹിച്ചിട്ടുണ്ടെന്നാണ് ഇപ്പോൾ അന്വേഷണ സംഘം നൽകുന്ന വിവരം. ഇങ്ങനെ ഏതായാലും ഒരു വശത്ത് അന്വേഷണം എൻഐഎയുടെ ഊർജിതമായി തന്നെ നടക്കുന്നു, മറുവശത്ത് സൈനിക തലത്തിലുള്ള നീക്കങ്ങളും ഇന്ത്യ ചർച്ച ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ഇന്നലെ നിർണായക യോഗമൊക്കെ തന്നെ പ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും സാന്നിധ്യത്തിൽ ചേർന്നിരുന്നു. ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ തന്നെ അത്തരമൊരു സൈനിക നീക്കം അതിർത്തിയിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. ശ്രീജ, രാകേഷാണ് വിവരങ്ങൾ നൽകിയത്. നാഷണൽ ഡെസ്കിൽ.